ഹലോ ഗായ്സ്, ഇത് അവിടെ വയനാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലാണ്. അപ്പൊ നമുക്ക് വയനാട്ടിൽ പോകണം. അപ്പൊ നമ്മളവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതാണ് അവിടെ വീഡിയോയിലുള്ളത്. ബൈ. നമ്മൾ പോകുന്ന വഴിക്ക് കുനിൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു പാലമുണ്ട്. അതിൻ്റെ അടുത്ത് ഇവിടെ നല്ലൊരു അടിപൊളി ഹോട്ടലുണ്ട്. നല്ലൊരു പുഴവക്കത്തൊരു ഹോട്ടൽ. അവിടുത്തെ കാഴ്ചകളാണ്. ഇതുണ്ടല്ലേ, പുഴൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ. ഇവിടെ താഴെ ഇന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇവിടെ ഉണ്ട്. അടിപൊളി സെറ്റപ്പാണ് ഇവിടെ. ഭക്ഷണം എങ്ങനെ ഉണ്ട് ഞാൻ നോക്കിയിട്ട് പറയാം. ലഞ്ചിന് നമ്മൾ സാധാ ചോറ് അടിപൊളി കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇത് കൂന്തൽ ഫ്രൈ, പിന്നെ പാത്തുവിൻ്റെ ബിരിയാണി. സാധാരണ നമ്മൾ വയനാട്ടിലേക്ക് പോകല് താമരശ്ശേരി ചുരം വഴിയാണ്. പക്ഷെ നമ്മളിപ്പോ ഈ പോകുന്നത് കുറ്റ്യാടി ചുരമാണ്. അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് വന്നതാണ് ഈ കുറ്റ്യാടി ചുരം. പാട്ട് വെക്കുമ്പോ ബേബി വെക്കണം. അതാ നല്ല പാട്ട്. ട്രെൻഡ് പാട്ടൊക്കെ ഇടങ്ങള് പാട്ട് ഒരു പാട്ടൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒക്കെ പാട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള ഹോം സ്റ്റേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെത്തിയതിൻ്റെ ശേഷമുള്ള കാഴ്ചകൾ ഞാൻ അവിടുന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളിൽ ഇതാണ് അയാളെ റിസോർട്ട്. അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പുതിയ പുതിയ കാഴ്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള ഹോം സ്റ്റേ. ഇവിടെയാണ് ഇന്ന് രാത്രി നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഹോം സ്റ്റേ കൂടി ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ രാവിലെ കാണിച്ചു തരുന്നുണ്ട്. കാരണം അപ്പോഴാണ് വെയിലുണ്ടായ വീഡിയോ നല്ല ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോഴാണ് കുറച്ച് മൂഡ് സ്വിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുറച്ച് ഇതൊക്കെ ആവും. അപ്പോൾ എങ്ങനെ ഉണ്ട് പത്തോ ഇവിടുത്തെ എൻ്റെ ഈ ഹോം സ്റ്റേയില്? അപ്പോൾ അടിപൊളി സ്റ്റേ ആണ് മക്കളെ, ഒന്നും പറയാനില്ല. വളരെ അടിപൊളി. നിങ്ങളിവിടെ പരമാവധി നിങ്ങളൊന്ന് വരണം. ഇവിടുത്തെ ലൈറ്റും ഭയങ്കര വൈബാണ്. അല്ല, എനിക്ക് പേടിയുണ്ടോ? ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ ഈ റിസോർട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. എൻ്റെ ബാക്കിൽ ഇവിടെ ഉണ്ട് ഒരു റൂം. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു 3.5 ഏക്കർ പ്രോപ്പർട്ടിയാണ് ഇതുള്ളത്. അപ്പം ഇതിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹട്ടുണ്ട്. ഹട്ടല്ല, ശരിക്കും ഒരു വീട് തന്നെയാണ്. ഒരു ഫുള്ളായിട്ടുള്ളൊരു വീട്. പിന്നെ ഉള്ളൊരു വീട് ഇതാണ്. ഇതിലാണ് ഇപ്പോൾ നമ്മൾ കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിലാണുള്ളത്. പിന്നെ ഉള്ളിൽ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലുള്ളത് കാണിക്കുന്നില്ല, പുറത്തുനിന്ന് കാണിക്കുന്നത്. കിച്ചനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബെഡ്റൂമും ഒരു ഹാളുണ്ട്. പിന്നെ ഇത് പുതിയത് ഉണ്ടാക്കിയതാണ് നമ്മൾ. ഇപ്പം ഇത് കണ്ടില്ല, കരിങ്കല്ലുകൊണ്ടുള്ള വർക്കാണ്. നല്ല ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോളുണ്ട്. അപ്പോൾ ഇത് പണി കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഹോളും ഇതൊക്കെ ഉണ്ട്.
പിന്നെ അവിടെ ടോയ്ലറ്റ് അത് മാത്രമേ ഉള്ളൂ ഇതിൽ. അങ്ങനെയാണ് ഇതിലെ സെറ്റപ്പ്. പിന്നെ ഇത് തോട്ടാണ് എന്ന് വെച്ചാൽ അപ്പുറത്ത് റബ്ബറുണ്ട്, പിന്നെ കാപ്പി ഉണ്ട്, ഏലക്കായ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ് സംഭവം. രാത്രി വന്ന് താമസിക്കാനൊക്കെ. പിന്നെ അതിലുള്ളത് ഇവിടെ ഒരു ഹട്ടാണ്. ഇതുപോലെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പണി പൂർത്തിയാകാത്ത ഒരു സംഭവമാണ് കേട്ടോ. റിസോർട്ടാണ്. ഇതുണ്ടല്ലേ, ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. നമ്മളെ ഇവിടെ മൊത്തത്തിൽ ഒന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഈ കാണുന്നതുണ്ടല്ലോ, ഇതൊരു തറയാണ്. ഇതിപ്പോൾ പുല്ലുമുടി കിടക്കാണ്. ഇവിടെ ഇനി അടുത്ത റിസോർട്ട് ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഗൈസ് ആ മല ഞങ്ങൾ കണ്ടു. അവിടെയുള്ള ആ മലയുടെ വ്യൂ പോയിന്റ് നിങ്ങൾ കണ്ടു. അത് ഭയങ്കര അടിപൊളി മലയാണ്. അത് കാണേണ്ട സാധനം തന്നെയാണ്. പൊളിയാണ്. ഈ പ്രോപ്പർട്ടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ താഴോട്ടൊരു വഴിയുണ്ട് കേട്ടോ. അതായത് നമ്മൾ റോട്ടിലൂടെ വരുന്നതിന് പകരം ഇങ്ങനെ നടന്ന് കയറി വരാനുള്ളൊരു വഴിയുണ്ട്. അതിലിവിടെ ഇരിക്കാനും ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഇതുപോലെ 2-3 പോണ്ട് ഉണ്ട്. അപ്പോൾ ഈ പോണ്ട് ശരിക്കും പണി കഴിഞ്ഞിട്ടില്ല. ഈ പോണ്ടുകൾ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ചെറിയൊരു വെള്ളച്ചാട്ടം പോലൊക്കെ ഉണ്ടാക്കും. ഇവിടെ അതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇന്നലെ രാത്രി നമ്മൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നിട്ടാ. ഞാനും എൻ്റെ വൈഫും ഒരു മോളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു പേടിയൊന്നും തോന്നില്ല. അങ്ങനെ കുഴപ്പമില്ല. ചെറുതായിട്ട് പേടി തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇവിടെ താഴെ ഒരു ഏറുമാടുണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് ആ ഏറുമാടുള്ളത്. ഇത് ഈ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടില്ല കേട്ടാ. നമുക്കിതിൽ കയറിയൊക്കെ ഒന്ന്. കേറിക്കോളി. പേടിക്കേണ്ട പത്തോ വീഴൊന്നുമില്ല. ഇതല്ല ഇരുമ്പോട്ട് ഉണ്ടാക്കിയല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഹട്ട് പോലെ തന്നെ വേറെ ഒന്നുകൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അതൊരു ചെറിയ കയറാൻ വരെയുള്ളതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ അതിനൊരു റൂമുണ്ട്. അതിൽ നിന്ന് ഇനി ഉണ്ടല്ലേ ഇവിടെ ഈ മരത്തിലേക്ക് ഒരു ഏറുമാട് ഉണ്ടാക്കുന്നുണ്ട്. ഈ മരത്തിലേക്ക് അവിടെ കോണി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം കോണി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഒരു ഏറുമാട് ഉണ്ടാക്കും. ഇരുമ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇല്ല, ഇത് മരത്തിലേക്ക് ഏറുമാട്. ഇത് ഏറുമാട് ഉണ്ടാക്കുന്നത് ആദിവാസികളാണ് കേട്ടോ. അവരെ കൊണ്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിക്കാനുള്ള പ്ലാന്. കയറി പത്തോ? ആ, പക്ഷെ ഇവിടെ പലകെട്ടിട്ടില്ല. നമ്മളിപ്പോൾ നേരത്തെ നടന്നത് ആ പ്രോപ്പർട്ടീൻ്റെ അതേ ആ അരിയിലൂടെയാണ് നടന്നിരുന്നത്. ഇപ്പോൾ ഇത് മറ്റേ സൈഡാണ്. ഇതിലൂടെ ഇതുപോലെ ഇങ്ങനെ ഒരു നമ്മൾ റോഡ് കൂടാതെ അതിൽ കൂടെ വേറെ പോകുന്നുണ്ട്. റോഡ് കൂടാതെ നമുക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് മുകളിൽ വരെ നടന്ന് കയറാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അതാണിപ്പോൾ ഇത് ഷോർട്ട് കട്ട്. ആ അല്ല, ഈ റോഡ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്.
അത് മുകളിൽ മാത്രം ഇങ്ങനെ 2 സൈഡായിട്ട് പാകിയിട്ടുള്ളത്. ബാക്കി ഇതേപോലെ കരിങ്കല്ലാണ്. അത് അവിടെ താഴെ വരെയുണ്ട്. ഇനി അങ്ങോട്ടൊക്കെ റബ്ബർ എസ്റ്റേറ്റ് ആണ് ഈ സൈഡിലൊക്കെ. ഒരുപാട് മരങ്ങളുണ്ട്. ഇപ്പോൾ കാപ്പി ഉണ്ട് ഈ സൈഡിൽ. ഇത് ഈ കാണുന്നത് കാപ്പിയാണ് കേട്ടോ. ഈ കാണുന്നത് കാപ്പിയാണ്. പിന്നെ പലതരം മരങ്ങളുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അതെല്ലാം പറഞ്ഞുതരാൻ പറ്റാത്തത്. ഇതിൽ 2 സൈഡിൽ ഒരുപാട് ഒരു 1000-ഓളം ഫ്രൂട്ട്സിൻ്റെ ട്രീ ഇവിടെ 1000-ഓളം ഈ ഫലവൃക്ഷങ്ങൾ ഇവിടെ കൊണ്ടുപോയി നട്ടിട്ടുണ്ട്. നമ്മൾ നടന്ന് താഴെ എത്തി. അത് മെയിൻ റോഡ് അതിൽ കൂടെ പോകണത്. ഇതാ കാപ്പി പഴുത്തുക്കണ നോക്കാം. 10 വന്നെടുത്താ. ഇത് ഉണക്കിയിട്ടാണ് ഇനി നമ്മൾ കാപ്പി ഉണ്ടാക്കല്. ഇതൊക്കെ സംഭവം. ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഇത് നമ്മൾ ഇന്നലെ പാർസൽ മേടിച്ചതാണ് കേട്ടോ. പിന്നെ ബ്രെഡ് ഉണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്, ചായ ഉണ്ട്. ഇതിൽ അടുക്കള ഉണ്ട് കേട്ടോ. കിച്ചൺ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിലിവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കണ്ട, ഇവിടെ സാധനങ്ങൾ നിറച്ച് വെച്ചതാണ്. ഇവിടെ കിച്ചണൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഈ റിസോർട്ടിനെ പറ്റിയുള്ള ഒരു റിവ്യൂ പറഞ്ഞാൽ ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. പിന്നെ പണിയൊന്നും തീരാത്തോണ്ട് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻസ് ഒന്നും ഇതിൽ ചെയ്യാം. ഒപ്പിക്കാം. വെട്ടുകാലിന് എനിക്ക് പേടിണ്ടോ? പിന്നെ എനിക്ക് ഇവിടെ ഇപ്പോൾ ഏറ്റവും ഇഷ്ടമായത് കാര്യം എന്താ? ടോയ്ലറ്റ് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ്. അത് മാത്രം എനിക്കാണ് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യം ഇപ്പം എന്താ? ഇഷ്ടമില്ലാത്ത എട്ടുകാലി ചളിയൊക്കെ കൂടിയിട്ട് ഉള്ളവർക്കാണ് ഇങ്ങോട്ട് വരാം. നല്ല സ്ഥലം തന്നെയാണ്. പിന്നെ രാവിലെ നല്ല തണുപ്പാണ്. ഇപ്പോൾ തണുപ്പൊക്കെ പോയി ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മാനന്തവാടിയിലാണ്. മാനന്തവാടിയിൽ പഴശ്ശി കുടീരമുണ്ട്. അപ്പോൾ പഴശ്ശി സ്മാരകം, പഴശ്ശി കുടീരം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയൊക്കെ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ചിലപ്പോൾ ക്യാമറ ഉള്ളിൽ അനുവദിക്കുമെന്നറിയില്ല. മ്യൂസിയം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഇവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാനന്തവാടി ടൗണിൽ തന്നെയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ കുട്ടികൾക്ക് 5 രൂപയാണ്, വലിയവർക്ക് 20 രൂപ. പിന്നെ ക്യാമറക്ക് എക്സ്ട്രാ പൈസ ഉണ്ട്. തിങ്കളാഴ്ച അവധിയാണ് കേട്ടോ. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പഴശ്ശി കുടീരം പുരാവസ്തു മ്യൂസിയം. ഒരു പാർക്കും ഉണ്ട് കൂടെ. ഇതാണിപ്പോൾ നമ്മൾ കയറി വരുമ്പോഴുള്ള ഫസ്റ്റ് ഒരു സ്മാരകം. ഇതാണ് പഴശ്ശി കുടീരം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടു പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു കുടീരാണ് കേട്ടോ. ശവകുടീരാണ്. അങ്ങനെ ഒരു റൗണ്ട്, ഒരു സർക്കിൾ, ഒരു കിണർ പോലൊരു സംഭവമാണുള്ളത്. ഇതാണ് ഈ സ്മാരകത്തിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ താഴോട്ട് ഇറങ്ങുന്നിടത്താണ് മ്യൂസിയം ഉള്ളത്. ഇതിൻ്റെ അടിയിൽ മുഴുവനും മ്യൂസിയമാണ്. അപ്പം കുറേ ട്രൈബൽസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വീട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ നാണയങ്ങളുണ്ട്. പിന്നെ എടക്കൽ ഗുഹ, അതിനെക്കുറിച്ചൊക്കെയുള്ള കുറച്ച് വിവരങ്ങൾ, വയനാടിൻ്റെ ഹിസ്റ്ററി കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇതാണ് ഫിഗ് ട്രീ. നമ്മളെ ശ്രീബുദ്ധ
തപസ്സിരുന്നില്ലേ ആ ആ മരമാണിത്, അത്തിമരം. അത് ഇത് മരത്തിലായിരുന്നത്, ഇവിടെ ഇരുന്നേ. ആ ഈ മരത്തിന്റെ ചുവട്ടിലാണ്. ഈ മരമല്ല, ഇങ്ങനത്തെ മരത്തിന്റെ ചുവട്ടിലാണ് ഇത്. ഇപ്പം ഇതിന്ന് പഴശ്ശിരാജന്റെ സ്മാരകം കഴിഞ്ഞതിന് ശേഷം മാനന്തവാടിയിൽ നിന്ന് പിന്നെ കാട്ടിക്കുളം വഴി ബാവലിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ബാവലിയിലെ ഇത് ഭയങ്കര ഫേമസ് ആണ്, ഈ പിന്നെ മരത്തിൻ്റെ ഇടയിലൂടെയുള്ള ഈ റോഡ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണതാണ്. ബാവലിയിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ബാവലി ഒരു വില്ലേജ് മാത്രമാണ്. പക്ഷെ അവിടേക്കുള്ള ഈ റോഡ് ആണ് ഏറ്റവും പൊളി. ഈ കാട്ടിക്കുളം ബാവലി റോഡ് ഉണ്ടല്ലോ, പൊളിയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന അതേ ഫീലിംഗ് ആണ്. പിന്നെ റോഡ് നല്ല രസമാണ്, രണ്ട് സൈഡിലും മരങ്ങളായിട്ട് പൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ബാവലിയിലെത്തി. ബാവലിയിൽ ഇവിടെ ഒരു കബനി നദിയുടെ ഒരു കാഴ്ച കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് കർണാടക ബോർഡറാണിത് സത്യം പറഞ്ഞാൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, നദിയിലേക്കുള്ള ഒരു വഴിയാണെങ്കിൽ ഉണ്ട്. കാര്യമായ കാഴ്ചയൊന്നും ഇല്ല കേട്ടോ, വെറുതെ എങ്ങനെ വന്നതാണ്. പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഈ ആളുകൾ കുളിക്കാനൊക്കെ വരുന്നുണ്ട്. കബനി നദിയാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ അടുത്ത പ്ലാന് ചിലപ്പോൾ കുറുവാദ്വീപ് പോകും. അപ്പോൾ ഓരോ നിമിഷം നമ്മളിങ്ങനെ പ്ലാന് മാറ്റിക്കൊണ്ടിരിക്കും സിറ്റുവേഷൻ അനുസരിച്ചിട്ടാ. ഇപ്പം ഈ ചേകാടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറുവാദ്വീപിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, ഗ്രാമമാണ് ഇട്ടത്. പാടശേഖരങ്ങളും ഇതൊക്കെ ആയിട്ട്. റോഡ് പറ്റാബദ്ധാണ് ഇവിടെ. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന സ്ഥലം ചേകാടിയിൽ നിന്ന് പനമരത്തേക്കുള്ള റോഡാണിത്. അതില്ല, മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോണ്. ഇതിലൂടെ ഒരു KSRTC ബസ് സർവീസ് ഉണ്ട് തോന്നുന്നു. ആദിവാസികളൊക്കെ അതാ പോണ്, ആദിവാസി. ഇത് ഇപ്പോൾ നമ്മൾ കുറുവാദ്വീപിലേക്കുള്ള റോഡാണ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട റോഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട്. അപ്പം ഇവിടെ നല്ലൊരു നാടൻ ഊണ് കിട്ടുന്നൊരു സ്ഥലം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഭക്ഷണം കഴിച്ചിട്ടാവാം യാത്ര. കുറേ കാലത്തിൻ്റെ ശേഷമാണ് ഞാനിങ്ങനെ ഇതുപോലെ ഇലയിൽ ഉള്ള ചോറ്, നാടൻ ചോറ് കഴിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കുറുവാദ്വീപിലെത്തി. പക്ഷേ കുറുവാദ്വീപിൽ ഇവിടെ ടിക്കറ്റ് ഒരു ദിവസം 150 ടിക്കറ്റ് അങ്ങനെ എന്തോ കൊടുക്കുള്ളൂ. അപ്പോൾ അത് ഫില്ലായിക്കണേ ഏകദേശം. അത് നമുക്ക് ആ മുൻകൂട്ടി വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവിടെ പോകണമെന്ന് വിചാരിച്ചിട്ട് വന്നതൊന്നല്ല, വെറുതെ ജസ്റ്റ് ഈ യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ വന്നതാണ്. സത്യത്തിൽ നമ്മളുദ്ദേശം അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലം കാണണമെന്നൊന്നുമില്ല. കാരണം പല സ്ഥലങ്ങളും കണ്ടതാണ്. ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്യുന്ന ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ എൻട്രി ഫീ ഭയങ്കരമാണ് കേട്ടോ. 220 രൂപയാണ് എൻട്രി ഫീ ഒരാൾക്ക്. പിന്നെ ക്യാമറക്ക് 59 ഉണ്ട്, കുട്ടികൾക്ക് 100 ഉള്ളൂ.
ഒരു മരം കണ്ട. അപ്പം നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പിന്നെ അവിടെ ചങ്ങാടം പോകുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ, കുറുവാദ്വീപിലേക്ക് ചങ്ങാടം പോകുന്ന അവിടെ വരെയാണ് നമ്മൾ പോണത്. അപ്പം ചങ്ങാടത്തിൻ്റെ ടിക്കറ്റ് ഇപ്പോഴും അവൈലബിൾ ആണ്. അതിന് 400 രൂപയ്ക്ക് ഒരു ഗ്രൂപ്പിന് ഒരു ചങ്ങാടം, അങ്ങനെയാണ് 4 ആൾ വരെ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ ചങ്ങാടത്തിൽ കുറുവാദ്വീപിൽ പോവാൻ സത്യത്തിൽ അവിടെ കരയിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ഉള്ളിലേക്കുള്ള എൻട്രി അടക്കം മൊത്തം ടിക്കറ്റാണ് 220 പറഞ്ഞത്. എത്ര രൂപയാണോ? ഈ ഇവിടേക്ക് നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല രസമുള്ള കടകളുണ്ട് കേട്ടോ. ഈ ഇവിടേക്കുള്ള വഴിയും പൊളിയാണ്. ചങ്ങാടം വരെ നമ്മൾ പോകുള്ളൂ. എവിടെ നിന്നാണ് ചങ്ങാടം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വരെ നമുക്ക് പോകാം, വെറുതെ കണ്ട് പോരാം. പാത്തൂന് ഈ ഒരു സാധനം വേണം. അപ്പൊ നമ്മള് വില ചോദിച്ചൊക്കെ ഇതിന്റെ 80. പോയി നോക്കിയിട്ട് വരാം. വാ, നമ്മൾ പോയി നോക്കിയിട്ട് വരാം. വരുമ്പോ മേടിക്കാൻ പറ്റും കേട്ടാ. ഞെക്കിയാലത് മേളിലേക്കാവും. വിട്ട ഞെക്കിയ പിടിച്ച് ഞെക്ക് സൈഡ് അടിയില് ഇവിടെ. ഇതും ഞെക്കാനാ പറഞ്ഞത്. ഇങ്ങനെ പിടിച്ചേക്ക, അത് കണ്ടോ? കൊടുക്ക്. ഒരു നമ്മള് വരുമ്പോ നോക്കട്ടാ. ഈ പൈസ ബാഗിൽ ഞാൻ അതിന് കൊണ്ടുവന്ന പൈസയാണ്. ഏടോ നമ്മൾ മേടിച്ചില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞങ്ങൾ പോണില്ല. ഞങ്ങൾ ഇവിടെ കാണണ്ടല്ലോ. ഇതാണ് ചങ്ങാടത്തിന്റെ സ്ഥലം. അപ്പോൾ ഒരു ദിവസം ഒരു ഫിക്സഡ് റേറ്റാണ് ടിക്കറ്റ്. അത് അത്രേ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിക്സഡ് നമ്പറാണ് ടിക്കറ്റ്. അത് 150 തോന്നുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ വേണമെങ്കിൽ ചങ്ങാടത്തിലൊക്കെ പോകാം. അപ്പുറം പോയിട്ട് കരയിൽ പോയി തിരിച്ചു വരാം. അപ്പോൾ നമ്മളിതൊന്ന് മേടിച്ച് പാത്തൂന്. പിന്നെ ഇനി തേനെല്ലിക്ക. ഇത് എത്രയാണ് തേനെല്ലിക്ക? 10 രൂപ. ഒന്ന് കാണിച്ചാ പത്തോ? രണ്ട് നെക്കി ഒന്നിച്ചാവൂല. കുറുവാദ്വീപിൽ നിന്ന് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ പോയ ആ റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ കാട്ടിലൂടെ. ഈ റോഡ് നേരെ പനമരത്തെത്തുന്നാ തോന്നുന്നത്. അതായത് ചേകാടിന്ന് പനമരത്തേക്കുള്ള റോഡാണ് കേട്ടത്. ഒരു അടിപൊളി റോഡാണ്, എക്സ്പീരിയൻസ് ചെയ്യേണ്ട റോഡാണിത്. നമ്മളെ യാത്ര കഴിഞ്ഞ് നമ്മൾ വയനാട് യാത്ര കഴിഞ്ഞിട്ട് ചുരം ഇറങ്ങാണ് കേട്ടോ. വൈത്തിരിന്ന് ചുരം ഇറങ്ങുന്നു. അപ്പൊ ഇനി അടുത്ത യാത്രയിൽ കാണാം.